ويحمد جهرا وليشمته سامع لتحميده وليبده رد المعود ويحمد തുമ്മിക്കഴിഞ്ഞാൽ യഹ്മദ് എന്തു ചെയ്യണം? ഹംദു പറയണം. വയഹ്മദു ജഹറൻ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത് എങ്ങനെയാണ്? ജഹറൻ ഉറക്കെയാണ് ഹംദു പറയേണ്ടത്, പതുക്കെയല്ല, മനസ്സിലല്ല, അതല്ലെങ്കിൽ ചുണ്ടുകൾ അനക്കിക്കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന രൂപത്തിൽ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. വയഹ്മദു ജഹറൻ തുമ്മിക്കഴിഞ്ഞാൽ അവൻ ഉറക്കെ ഹംദു പറയണം. വൽ യുഷമ്മിത്ഹു സാമിഉൻ അവൻ ഹംദു പറയുന്നത് ആരാണോ കേട്ടത് അവന് തശ്മീത്ത് നടത്തണം. തശ്മീത്ത് എന്നും പറയും, തസ്മീത്ത് എന്നും പറയും അറബിയിൽ. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഖൈറിനായി പ്രാർത്ഥിക്കലാണ് തശ്മീത്ത്. അറബിയിൽ തശ്മീത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പഠിപ്പിച്ചു തന്ന സുന്നത്ത്, അതിൻ്റെ രൂപം വേറെ തന്നെയുണ്ട്. വൽ യുഷമ്മിത്ഹു സാമിഉൻ ലിതഹ്മീദിഹി അവൻ ഹംദു പറഞ്ഞാൽ അവന് നിങ്ങൾ തസ്മീത്ത് ചെയ്യണം. ഹംദു പറഞ്ഞിട്ടില്ലെങ്കിലോ അവന് തസ്മീത്ത് ചെയ്യേണ്ടതില്ല. വൽ യുബ്ദിഹി റദ്ദൽ മുഅവ്വദി അങ്ങനെ ഇയാൾ തസ്മീത്ത് നടത്തിയാൽ, തശ്മീത്ത് ചെയ്താൽ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ വൽ യുബ്ദിഹി റദ്ദൽ മുഅവ്വദി ഈ തുമ്മിയ വ്യക്തി തനിക്കു വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചയാൾ അയാൾക്ക് വേണ്ടി തിരിച്ചും ദുആ ചെയ്യണം. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്നവൻ പറയണം. 3 സുന്നത്തുകളാണ് ഈ ഒരൊറ്റ വരിയിൽ അദ്ദേഹം പഠിപ്പിച്ചത്. തുമ്മിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഹംദു പറയണം, അത് ഉറക്കെ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതസ അഹദുക്കും ഫൽയഖുൽ അൽഹംദുലില്ലാഹ് നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ എന്തു പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഹദീസിൽ സ്ഥിരപ്പെട്ട 3 രൂപങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട 3 രൂപങ്ങളുണ്ട്. ഒരാൾ തുമ്മിയാൽ എങ്ങനെ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്, ഒന്നല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ 3 രൂപവും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട രൂപങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ ഹംദു പറയുന്നത്? എന്തിനാണ് അവിടെ ഹംദു പറയുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? അൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം 2 കാരണങ്ങൾ പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നിന്റെ ശരീരത്തിലുള്ള മോശമായ ഘടകങ്ങൾ, വൃത്തികേടുകൾ നിന്റെ ശരീരത്തിൽ കെട്ടിക്കിടന്നിരുന്നു എങ്കിൽ നിനക്ക് ഉപദ്രവമുണ്ടാക്കുമായിരുന്ന അനേകം മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് ഉത്താസ് എന്നത്. അതുകൊണ്ടാണ് തുമ്മിക്കഴിഞ്ഞാൽ പൊതുവെ ഉന്മേഷം ലഭിക്കുന്നത്. ശരീരത്തിലുള്ള വൃത്തികേടുകൾ അത് പുറന്തള്ളുകയാണ്. ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉപദ്രവകരമായേക്കാവുന്ന കാര്യങ്ങൾ പുറത്തേക്ക് തള്ളിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, അള്ളാഹുവിനെ സ്തുതിക്കണം. അതൊരു നിഅമത്താണ്. ഏതൊരു നിഅമത്തുകളും പുതുതായി ലഭിക്കുമ്പോൾ, ഒരു നിഅമത്ത് പുതുതായി ലഭിച്ചാൽ ഹംദു പറയൽ സുന്നത്താണ്. ഒരാൾക്ക് ഒരു തവണ തുമ്മാൻ സാധിച്ചാൽ അത് അവൻ്റെ ശരീരത്തിലെ ഉപദ്രവങ്ങൾ നീക്കാൻ അള്ളാഹു ഒരുക്കിയ ഒരു വടിയാണ്. എത്ര ആളുകൾ അവരുടെ ശരീരത്തിലുള്ള ചെറിയ സൂക്ഷ്മമായ ബാക്ടീരിയകൾ കാരണം മരിച്ചുപോയിട്ടുണ്ട്. എത്ര ആളുകൾ പ്രയാസകരമായ രോഗങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നീ ഈ തുമ്മിയതുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പോയിട്ടുണ്ട്. അല്ലാഹു അലം, എന്തുമാത്രം കാര്യങ്ങൾ പോയി. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ആ സന്ദർഭത്തിന് ഏറ്റവും അർഹമായതാണ്. രണ്ടാമത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അൽ ഉതാസു ലിൽ ബദനി കസ്സൽസലതി ലിൽ അർദി ശരീരത്തെ സംബന്ധിച്ചിടത്തോളം തുമ്മുക എന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി കുലുക്കം എങ്ങനെയാണോ അതുപോലെയാണ്. ഭൂമി പ്രകമ്പനം കൊണ്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയിലുള്ള കെട്ടുറപ്പുകളെല്ലാം തകർന്നു വീഴുന്നു, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, വൃക്ഷങ്ങൾ പഴുതുമാറ്റപ്പെടുന്നു. ഇതുപോലെയാണ് ഒരാളുടെ ശരീരത്തിന് ബാധിക്കുന്ന തുമ്മൽ. അവൻ്റെ ശരീരം മുഴുവൻ കുലുങ്ങുകയാണ്. ശരീരത്തിലെ എല്ലാ അവയവത്തിലും ആ കുലുക്കം അവൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കുലുങ്ങിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ശരീരത്തെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ കുലുങ്ങിയ സന്ദർഭത്തിൽ എവിടെയെങ്കിലും ഒരു ഞരമ്പ്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഞാടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എല്ല് അതിൻ്റെ സ്ഥാനം മാറിപ്പോയിരുന്നു എങ്കിൽ, ഒരു ചെറിയ എല്ല് സ്ഥാനം മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനകൾ അതിലുണ്ടാകുന്ന പ്രയാസം എത്ര വലുതായിരിക്കും. നിൻ്റെ ശരീരം ഈ രൂപത്തിൽ കിടുങ്ങി ഉറച്ചതിന് ശേഷം അള്ളാഹു നിൻ്റെ ശരീരത്തെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ പറയാനുള്ള കാരണം, അതിൻ്റെ 2 കാരണങ്ങൾ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരി.